ഈവൻ തോ നീ ഇത്രയും ഡിസ്ട്രാക്ഷൻസ് കണ്ടാലും നീ ഈ ഡിസ്ട്രാക്ഷൻസിനെ ഒന്നും മൈൻഡ് ചെയ്യാതെ കറക്റ്റ് ആയിട്ട് നീ അവിടെ എത്താൻ നോക്കും. യു വിൽ ഡെവലപ്പ് എ സെൻസ് ഓഫ് അർജൻസി. നമ്മുടെ ബ്രെയിന് എല്ലാ ഡാറ്റയും ഫീഡ് ചെയ്യും, അതായത് നിന്നെ ഇൻട്രപ്റ്റ് ചെയ്യുന്ന എല്ലാ ഡാറ്റയും. ഇപ്പൊ ഈ ഒരു ടോപ്പിക്ക് നീ യൂട്യൂബിൽ എവിടെ സെർച്ച് ചെയ്താലും എലോൺ മസ്കിന്റെ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ 100 സ്റ്റീവ് ജോബ്സിന്റെ 75, ഇങ്ങനെയൊക്കെ എക്സാമ്പിൾസ് ഒക്കെ ആയിരിക്കും വരിക. ജോബി, നമുക്ക് ഫസ്റ്റ് ഒരു എക്സ്പെരിമെന്റ് ചെയ്യാം. നീ ഒന്ന് കണ്ണടച്ചിട്ട് ഞാൻ പറയുന്ന ഒന്ന് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യും. നീ നിന്റെ വീട്ടിലുള്ളത് കാർ എടുത്തിട്ട് പാലക്കാട്ടിലേക്ക് പോവാണ്. ഓക്കെ, സോ വീട്ടിൽ നിന്ന് കാറിൽ കയറി വണ്ടി എടുത്തു, റൂട്ടിലെത്തി. നിന്റെ ആംബിഷൻ അല്ലെങ്കിൽ നിന്റെ ഗോൾ എന്ന് പറയുന്നത് പാലക്കാട് എത്തുക എന്നുള്ളതാണ്. സോ നീ വണ്ടി എടുത്തു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് നിനക്ക് വരാം. ഓക്കെ, നീ കറക്റ്റ് മുണ്ടൂർ എത്തിയ സമയത്ത് നല്ല അടിപൊളി നല്ല ഭംഗിയുള്ള ഒരു പെങ്കൊച്ച സൈഡിൽ കൂടെ പോവാണ്. യു ആർ മോർ ലൈക്ലി ടു ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ്. ഓക്കെ, അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോകുന്ന സമയത്ത് വലിയൊരു സൈൻ ബോർഡ് വന്നു, ഏതോ ഒരു പുതിയ മൂവിയുടെ. അവിടെ നിനക്ക് ഡിസ്ട്രാക്ഷൻ വരാം. കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോയ സമയത്ത് നിനക്ക് പരിചയമുള്ള ഒരാൾ റോഡ് പാസ് ചെയ്യുന്നത് കണ്ടു. അപ്പൊ നീ മനസ്സിൽ വിചാരിച്ചു ഇയാൾ എങ്ങോട്ടാ പോകുന്നത് എന്ന രീതിയിൽ നോക്കാം. 3-4 ഡിസ്ട്രാക്ഷൻസ് ഒക്കെ കഴിഞ്ഞ് നീ അവസാനം നിന്റെ സ്ഥലത്തെത്തി, പാലക്കാട് എത്തി. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് ആലോചിച്ചോ. ഇതേ കേസിൽ നീ പാലക്കാട് ഒരു മൂവിക്കാണ് പോകുന്നത് വിചാരിക്കാം. ഇറങ്ങാൻ ലേറ്റായി, വണ്ടി വളരെ സ്പീഡിൽ ഓടിച്ച് കറക്റ്റായിട്ട് എത്തിയാൽ മാത്രമാണ് മൂവിയുടെ ഫസ്റ്റ് പാർട്ട് മിസ്സാവാതെ കാണാൻ പറ്റുള്ളൂ. 9 മണിക്ക് മൂവി സ്റ്റാർട്ട് ചെയ്യും. ഇതേ നീ വണ്ടി എടുത്തു വീട്ടിൽ നിന്ന് ഇറങ്ങി റോട്ടിലെത്തി. നീ ഈ പറഞ്ഞ ഡിസ്ട്രാക്ഷൻസ് ഏതൊക്കെ കണ്ടാലും ഈ ഏതെങ്കിലും ഡിസ്ട്രാക്ഷൻസിൽ നീ ഡിസ്ട്രാക്ട് ആയി പോവോ? രണ്ടാമത്തെ കേസിൽ നിന്റെ എയിം എന്താ? കറക്റ്റ് സമയത്ത് കണ്ണു തുറന്നോ. നിന്റെ എയിം എന്താ? കറക്റ്റ് സമയത്ത് തിയേറ്ററിൽ മൂവി തുടങ്ങുന്നതിന് മുന്നേ എത്തുക. അതാണ് നിന്റെ എയിം. 9 o'clock മുന്നേ എത്തുക. ഈവൻ തോ നീ ഇത്രയും ഡിസ്ട്രാക്ഷൻസ് കണ്ടാലും നീ ഈ ഡിസ്ട്രാക്ഷൻസിനെ ഒന്നും മൈൻഡ് ചെയ്യാതെ കറക്റ്റ് ആയിട്ട് നീ അവിടെ എത്താൻ നോക്കും. യു വിൽ ഡെവലപ്പ് എ സെൻസ് ഓഫ് അർജൻസി. ഓക്കെ, ഒരു സെൻസ് ഓഫ് അർജൻസി ബിൽഡ് ചെയ്തിട്ട് എല്ലാ ഡിസ്ട്രാക്ഷൻസിനും നീ നിഷ്പ്രഭമാക്കും. എന്നിട്ട് നീ അവിടെ എത്താൻ നോക്കും. ഇതേ കേസാണ് നമ്മുടെ ലൈഫിലുള്ളത്. ഈ 2 എക്സാമ്പിൾ എന്ന് പറയുന്ന 2 ടൈപ്പ് ഓഫ് ആൾക്കാരാണ്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ആൾക്കാരെന്ന് പറയുന്നത് അവർക്കൊരു സിഗ്നൽ ഉണ്ട്, എങ്ങനെയെങ്കിലും ജീവിച്ച് തീർക്കാം, എങ്ങനെയെങ്കിലും പാലക്കാട് എത്താം. അതിനിടയിൽ വരുന്ന നോയ്സ് മൊത്തം അവർ കൺസിഡർ ചെയ്യും. ലൈഫിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡിസ്ട്രാക്ട് ആയിട്ട് പോകും. ഓക്കെ, ഇനി രണ്ടാമത്തെ ടൈപ്പ് ആൾക്കാരായിക്കോട്ടെ, അവരുടെ സിഗ്നൽ എന്ന് പറയുന്നത് മൂവിക്ക് കറക്റ്റ് സമയത്ത് എത്തുക എന്നുള്ളതാണ്. സിമിലർ ടു ദാറ്റ് അവരുടെ ലൈഫിൽ ഒരു അംബിഷൻ ഉണ്ടാവും, ഒരു ഡ്രീം ഉണ്ടാവും. അതായിരിക്കും അവരുടെ സിഗ്നൽ. ആ സിഗ്നലിലേക്ക് അവർക്ക് എത്താൻ വേണ്ടി എന്തെല്ലാം ഡിസ്ട്രാക്ഷൻസ് വന്നാലും അവരതൊന്നും മൈൻഡ് ചെയ്യില്ല. ക്ലിയർ ആയോ? ഇപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് പാലക്കാട് പോവാണ്. ആ സമയത്ത് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ബ്രെയിന് എല്ലാ ഡാറ്റയും ഫീഡ് ചെയ്യും, അതായത് നിന്നെ ഇൻട്രപ്റ്റ് ചെയ്യുന്ന എല്ലാ ഡാറ്റയും. ഈ വണ്ടി ഓടിച്ചിരിക്കുമ്പോൾ ഒരു പട്ടി കുറുകെ ചാടി, അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ടൊരു കാറ് കണ്ടു, ഇതൊക്കെ നിന്നെ ഇൻട്രസ്റ്റഡ് ആയ കാര്യങ്ങളാണ്. ഇതൊക്കെ ബ്രെയിന് ഫീഡ് ചെയ്യും. പക്ഷേ ബ്രെയിനിന് ഫിൽട്ടർ ചെയ്യാൻ അറിയില്ല. എപ്പോഴാണ് ബ്രെയിൻ ഫിൽട്ടർ ചെയ്യുക? ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇതിൽ നിൻ്റെ മൈൻഡിലുള്ള ഡാറ്റയാണ് എടുത്തിട്ട് പ്രോസസ്സ് ചെയ്ത് നിനക്ക് ചെയ്തു തരിക, റിസൾട്ടായിട്ട് വരിക. അപ്പോൾ ഈ ഒരു കാര്യം ഒരു എക്സാമ്പിൾ കണക്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പട്ടി കടിക്കാൻ വന്നു. ആ സമയത്ത് നമ്മുടെ മൈൻഡിൽ പ്രീവിയസ്ലി ഫീഡാണ്, അതായത് നമ്മൾ ഓടണം എന്നുള്ളത്. അപ്പോൾ നീ എന്ത് ചോദിച്ചു? ഫ്ലൈറ്റ് റെസ്പോൺസ് ആണ്, ഓടി രക്ഷപ്പെടും എന്നുള്ളത്. പക്ഷെ നീ പിന്നീട് ഒരു ദിവസം കേട്ടു അങ്ങനെ പട്ടി കടിക്കാൻ വന്നു, പറഞ്ഞു പാനിക് ആവാൻ പാടില്ല, നമ്മൾ അതിൻ്റെ ബോൾഡിൽ നിൽക്കണം, അപ്പോൾ ആ പട്ടി കാമായിട്ട് പോകും എന്നുള്ളത് നമ്മളോട് പറഞ്ഞു. നെക്സ്റ്റ് ഇതേ സിറ്റുവേഷൻ വന്നു, ഒരു പട്ടി കടിക്കാവുന്ന സിറ്റുവേഷൻ വന്നു. ഓക്കെ, ഈ 2 കാര്യവും നമുക്ക് ബ്രെയിനിൽ ഫീഡായി. ഓപ്ഷൻ എ ഉണ്ട്, ഓപ്ഷൻ ബി ഉണ്ട്. ഇതിൽ ബ്രെയിൻ കൺഫ്യൂസ്ഡ് ആവും, അതായത് ഓടണോ അതോ അവിടെ ബോൾഡായിട്ട് നിൽക്കണമെന്ന്. ചോയ്സസ് വരുമ്പോൾ കൺഫ്യൂഷൻ. അങ്ങനെ കൺഫ്യൂഷൻ വരുമ്പോഴാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. സിഗ്നൽ ടു നോയ്സ് റേഷ്യോ നമ്മളെപ്പോഴും നമ്മുടെ മൈൻഡിൽ ശ്രദ്ധിച്ചു വെക്കണം. ഈ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്ന് നീ പറഞ്ഞില്ലേ ഇപ്പോൾ, ഈ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്നൊരു വലിയ വാക്ക് പറയുന്നതിന് മുന്നേ നമുക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്താണ് ഈ സിഗ്നൽ, എന്താണ് ഈ നോയ്സ് എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു ഡ്രീം അച്ചീവ് ചെയ്യാനുണ്ടെങ്കിൽ ആ ഡ്രീമാണ് സിഗ്നൽ. ആ ഡ്രീം അച്ചീവ് ചെയ്യാൻ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് തടസ്സമാവുന്നുണ്ടോ അതെല്ലാം നോയ്സ് ആണ്. ഇപ്പൊ ഈ ഒരു ടോപ്പിക്ക് നീ യൂട്യൂബിൽ എവിടെ സെർച്ച് ചെയ്താലും എലോൺ മസ്കിന്റെ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ 100 സ്റ്റീവ് ജോബ്സിന്റെ 75, ഇങ്ങനെയൊക്കെ എക്സാമ്പിൾസ് ഒക്കെ ആയിരിക്കും വരിക. നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ എക്സാമ്പിൾ പറയാം, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ എക്സാമ്പിൾ പറയാം.
നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ഷൻസാദ് എന്ന് പറയും, ഷൻസാദ് മൂസക്. സോ അവൻ എൻ്റെ കൂടെ പഠിച്ചതാ. അപ്പോൾ അവൻ ഓൾറെഡി അവൻ്റെ സിഗ്നൽ നമ്മളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് മുന്നേ ഐഡൻറ്റിഫൈ ചെയ്തെന്ന് എനിക്ക് തോന്നിയ. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്സ് അവന് ഒരു രക്ഷയില്ല. ഇൻ്റഗ്രേഷൻ, ഡിഫറൻഷിയേഷൻ ആശാൻ തലകുത്തി പഠിച്ചു, സപ്ലി അടിച്ചുകൊണ്ടേയിരുന്നു, പാസ്സാവാൻ പറ്റുന്നില്ല. സെമസ്റ്റർ 1ലും 2ലും മാത്സ് ഉണ്ട്. ആള് ഫെയിലായിരുന്നു. രണ്ടാമത്തെ ട്രൈ ചെയ്തു, മൂന്നാമത്തെ ട്രൈ ചെയ്തു, സപ്ലി അടിച്ചു. അപ്പം തന്നെ ആൾക്ക് അറിയായിരുന്നു ആൾക്ക് കിക്ക് കിട്ടുന്നത് ഇതല്ല. ഓക്കെ, ആൾക്ക് കിക്ക് കിട്ടുന്നത് വേറെ എന്തോ സംഭവമാണെന്ന് ആൾക്ക് അപ്പോഴേ ഐഡൻറ്റിഫൈ ഉണ്ടായിരുന്നു. അത് എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവൻ റോയൽ എൻഫീൽഡ് വണ്ടികളെ പറ്റിയൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ ഏത് വൈബ് അറിയോ? മണിച്ചിത്രത്താഴ് മൂവിയില്ലേ, അതിൽ ശോഭന മോഹൻലാലിന് നാഗവല്ലിയുടെ കുറെ ആഭരണങ്ങൾ എക്സ്പ്ലെയിൻ കൊടുക്കുന്ന സീനുണ്ട്. സണ്ണി ഇത് കണ്ടോ, ഇത് മുല്ലുമുട്ടുമല, ഇത് കാശിമല, ഇത് മാങ്ങാമുട്ടുമല, അങ്ങനെ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് പാഷനോട് കൂടി ആ സീൻ നമുക്ക് ഓർമ്മ ഉണ്ടായതാണ്. ഈ ആഭരണ പെട്ടി തുറന്നിട്ട് ഓരോന്നായിട്ട് കാണിച്ചു കൊടുക്കും, സണ്ണിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഇതേ പാഷനിലാണ് ആള് നമ്മുടെ റോയൽ എൻഫീൽഡ് വണ്ടികളെ പറ്റിയൊക്കെ സംസാരിക്കുക. സോ ആൾക്ക് അപ്പം തന്നെ അറിയായിരുന്നു ആളുടെ ക്രേസ് എന്ന് പറയുന്നത് ഈ ഒരു മോട്ടോർ സൈക്കിൾ, എസ്പെഷ്യലി റോയൽ എൻഫീൽഡ് എന്നുള്ള വെഹിക്കിളിനോട് അവന് ഭയങ്കര പ്രാന്തായിരുന്നു. ആശാൻ എന്ത് ചെയ്തു, കോഴ്സ് കഴിഞ്ഞു, നേരെ പോയി റോയൽ എൻഫീൽഡ് സർവീസ് സെൻറ്ററിൽ സർവീസ് മാനേജറായിട്ട് കയറി. അത് കഴിഞ്ഞു അവിടെ നിന്ന് അവന് മനസ്സിലായി ഹി ഹാസ് ടു സ്റ്റാർട്ട് സംതിങ്. അവനൊരു ഓണ്ടർപ്രണറായി. റോയൽ പിറ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒലോക്കോട് ഒരു റോയൽ എൻഫീൽഡിൻ്റെ സർവീസ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തു. അവനത് ഭയങ്കര പാഷനോടെ ചെയ്യുന്നത്. സർവീസ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തു മാത്രമല്ല, ഒരുപാട് മോട്ടോർ വെഹിക്കിൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരില്ലേ, ഈ മോട്ടോ മേനിയാക്സ് ഇല്ലേ, റൈഡിന് പോകുന്ന ആൾക്കാർ, ലോങ് ട്രിപ്പ്, അവരൊക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് കുറേ പരിപാടികൾ ചെയ്തു. പിന്നെ മഡ് റേസ് ഒക്കെ ഇവന്റ് ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതെല്ലാം അവൻ ചെയ്യുന്നത് പ്യുവർ പാഷന്റെ പുറത്താണ്. സോ ഈ ഒരു എക്സാമ്പിൾ ഞാൻ എന്തിനാ പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഹി വാസ് വെരി ക്ലിയർ ദാറ്റ് ഹിസ് സിഗ്നൽ ഇസ് റോയൽ എൻഫീൽഡ്, അല്ലെങ്കിൽ മോട്ടോർ സൈക്കിളാണ്, അതുമായി റിലേറ്റ് ചെയ്ത കാര്യമാണ് അവൻ്റെ സിഗ്നൽ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തു വളരെ നേരത്തെ തന്നെ. സോ അവൻ ആ സിഗ്നൽ അച്ചീവ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ അത്ര ഏർലി സ്റ്റേജിൽ ചെയ്യാൻ തുടങ്ങി. ആ നോയ്സ് മൊത്തം ക്യാൻസൽ ചെയ്തു, ഇന്റഗ്രേഷൻ ഡിഫറൻഷിയേഷൻ ഒക്കെ അവൻ ക്യാൻസൽ ചെയ്തു. എന്നിട്ട് ഹി വർക്ക്ഡ് ഓൺ ദാറ്റ് സിഗ്നൽ. ആ സിഗ്നലിന് മാത്രം വർക്ക് ചെയ്തിട്ട് ഹി ഹാവ് അച്ചീവ്ഡ് സംതിങ്. ഇന്ന് അവനൊരു അടിപൊളി ഓണ്ടർപ്രണർ ആണ്. അവന്റെ ഷോപ്പ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, റോയൽ പിറ്റ് സ്റ്റോപ്പ് എന്നാണ് പേര്. അവൻ അതിൽ ഭയങ്കര സാറ്റിസ്ഫൈഡും ആണ്. സോ നമ്മുടെയൊക്കെ കേസ് എന്താണെന്നുണ്ടെങ്കിൽ ഒരു 90% ആൾക്കാരുടെ കേസ് എന്താണ്, നമ്മൾ ഈ സിഗ്നൽ ഐഡന്റിഫൈ ചെയ്യില്ല. നമ്മൾ ഈ സിഗ്നൽ ഐഡന്റിഫൈ ചെയ്യാതെ നമ്മുടെ സിഗ്നൽ എന്ന് പറയുന്ന വേറെ എന്തോ ആണെന്ന് വിചാരിച്ചിട്ട് എല്ലാ നോയ്സിനെയും കൂടി ചുറ്റി നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കും. സോ ഒരു മനുഷ്യൻ്റെ ലൈഫ് എപ്പോഴാണ് ഏറ്റവും സക്സസ്ഫുൾ ആവുകയെന്നുണ്ടെങ്കിൽ ഹി ഹാസ് ടു ഐഡന്റിഫൈ ഹിസ് സിഗ്നൽ അറ്റ് വെരി ഏർലിയസ്റ്റ് പോയിന്റ് ഓഫ് ടൈം. വളരെ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് ആ സിഗ്നൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ സിഗ്നൽ ഇതാണ്, എനിക്ക് ആവേണ്ടത് ഇതാണ്, എൻ്റെ പാഷൻ ഇതാന്നുള്ളത്, നാഗവല്ലി ആഭരണത്തിനെ കുറിച്ച് സംസാരിക്കുന്ന അതേ പാഷനോട് കൂടി നിനക്കൊരു കാര്യത്തെ പറ്റി സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ബ്രോ ദാറ്റ് ഈസ് യുവർ സിഗ്നൽ. ദാറ്റ് ഈസ് യുവർ സിഗ്നൽ. ആ സിഗ്നൽ ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ലൈഫിൻ്റെ സോൾ പേർപ്പസ്. ഇനി ഇതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്ന നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്കെ, ഒരു സിമ്പിളായിട്ട് ഞാനൊരു കാര്യം പറയാം. 2 ഫ്രണ്ട്സ് സ്ട്രീറ്റിലൂടെ നടക്കുകയാണ്. ഒരു ഹെവി ഭയങ്കര ക്രൗഡിയായ സ്ട്രീറ്റാണ്, അതുകൂടെ നടന്നു വന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഒരാൾ പറഞ്ഞു, എന്തൊരു അപശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, ഏതോ ഒരാൾ പറഞ്ഞു. അപ്പോൾ ഇല്ല, എനിക്ക് കേൾക്കുന്നില്ല. എന്നിട്ട് ഈ അപശബ്ദത്തിൻ്റെ പിന്നാലെ ഇയാൾ പോയിട്ട് ചുമരിലൊരു തവള ഇരിക്കണുണ്ട്, കണ്ടുപിടിച്ചു. അപ്പം മറ്റേ ഫ്രണ്ട് ചോദിച്ചു, എങ്ങനെയാണ് ഇത്രയും ക്രൗഡായ സ്ഥലത്ത് നിനക്ക് എങ്ങനെയാണ് ഈ തവള സൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ആൾ പറയാം, ഞാൻ ആംഫിബിയൻ റിസർച്ചറാണ്, അതായത് പല്ലീനെയും ഓന്തിനെയും പാറ്റേനെയും. അപ്പോൾ അവനത് ഈസിയാണ്, അവനത് കണ്ടുപിടിച്ചു. അപ്പോൾ ഇതിൽ എന്നിട്ട് അവൻ ഈ കണ്ടുപിടിച്ച ഫ്രണ്ട്, റിസർച്ചറായി ഫ്രണ്ട് പറയാണ്, ഞാൻ നിനക്കിപ്പോൾ ലൈവായിട്ട് എക്സ്പെരിമെൻറ്റ് കാണിച്ചു തരാം. എന്നിട്ട് അയാൾ പോക്കറ്റിൽ നിന്ന് ഒരു കോയിൻ എടുത്തിട്ട് ഈ സ്ട്രീറ്റിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ടോസ് ചെയ്തു. അത് നേരെ പോയിട്ട് ഇതിലേക്ക് വീഴുകയാണ് സ്ട്രീറ്റിൻ്റെ നടുവിൽ. ഈ കോയിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ അതിൽ 90% ആൾക്കാരും ഈ ശബ്ദം ഇവിടെ വന്നേക്ക് അരികിൽ തുറച്ച് നോക്കി. കാരണം എല്ലാവരുടെയും മൈൻഡിൽ ക്യാഷ്, പൈസ പറഞ്ഞിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഈ സാധനത്തിലേക്കാണ് എല്ലാവരും ഫോക്കസ്ഡ് ആയത്. മനസ്സിലായ? അപ്പോൾ 90% ആൾക്കാരുടെ സിഗ്നൽ ക്യാഷാണ്, മണിയാണ്. അപ്പോൾ അതിലേക്കാണ് അവർ ഫോക്കസ് ആയത്. അപ്പോൾ ആദ്യം ഈ റിസർച്ചറായ ആളുടെയും ഈ കോയിൻ വീണ സമയത്തും എല്ലാവരും ഇൻട്രസ്റ്റഡായി നോക്കിയ കാര്യമുണ്ട്. നമ്മളുടെ മൈൻഡിൽ ഒരു കാര്യം നമുക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അതേ ഇൻട്രസ്റ്റ് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അതേ ഇൻട്രസ്റ്റ് നിനക്ക് ആ കാര്യം കാണാനും ആ കാര്യം പറയാനും അതിനെക്കുറിച്ച് കേൾക്കാനും നിനക്ക്
ഇൻട്രസ്റ്റ് വരും. ആ സമയത്ത് അതാണ് നിന്റെ സിഗ്നൽ. ആ ഒരു കാർ എന്തൂസിയാസ്റ്റ് ഫുള്ള് കാറുകളെ പറ്റിയേ സംസാരിക്കുള്ളൂ. അതെ അതെ അതെ. ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന ആള് ഫുൾ സിനിമകളെ പറ്റിയേ സംസാരിക്കുള്ളൂ. അതെ അതെ. അപ്പൊ നമ്മൾ ആ സിഗ്നൽ തേടി പോകണം, ആ സിഗ്നലിലേക്ക് മുന്നോട്ട് പോകണം. അതെ അതെ. ആ സിഗ്നലിലേക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. ഒരു സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടൊരു കാര്യം ഞാൻ പറയാം. സ്മിത്സോണിയൻ എന്ന് പറഞ്ഞ റിസർച്ച് സെന്റർ ഉണ്ട്. മെയിനായിട്ട് പ്ലാന്റുകൾ, പിന്നെ എൻവയൺമെൻറ്റ്, ഫോറസ്റ്റ്, ഇതൊക്കെയാണ് അവർ മെയിനായിട്ട് റിസർച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഒരു ഐലൻഡിൽ ഒരു ചെറിയ പഠനം നടത്തും. ഷ്രബ്സ് ഇല്ലേ, ഈ ബുഷുകൾ ഷ്രബ്സ്, ആ ഹൈറ്റ് കുറഞ്ഞ ചെടികൾ, ആ ചെടികൾ അവർ നിറയെ നട്ടിട്ട് അതിന് 2 കാറ്റഗറിയായിട്ട് തിരിക്കും. ഒരെണ്ണത്തിന് അവരെന്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷെഡിൽ വളർത്തും, അതായത് സൈഡ് മൊത്തം കവർ ചെയ്തിട്ട് ഷെഡിൽ വളർത്തും. രണ്ടാമത്തേനെ ബോക്സ് ആയിട്ട് വെച്ചിട്ട് അത് ഓപ്പൺ ആയിട്ട് വളർത്തും. ഓക്കെ, മെച്യൂരിറ്റി ടൈം എത്തില്ലേ, അതായത് ഇത് വളർന്ന് ടൈം എത്തുമല്ലോ. അപ്പോൾ ഇവർ പോയി നോക്കിയ സമയത്ത് ഈ ഷെഡിൽ വളർന്ന ഷ്രബ്സ് മറ്റേനെ കാട്ടും 10 മടങ്ങ് വളർന്നിട്ടുണ്ട്. ഓക്കെ, റിസോഴ്സ് സെയിം ആണ്. ഇതിന് വളരാനുള്ള റിസോഴ്സ് സെയിം ആണ്, പക്ഷേ വളർന്നത് ഷെഡിനുള്ളില്ല. എന്താ കാരണം? അതായത് മറ്റേതിൽ പെസ്റ്റുകൾ വന്നു, മൃഗങ്ങൾ വന്ന് തിന്നു, അപ്പോൾ ഇതിനെ ഡിസ്ട്രാക്ട് ചെയ്തു. സൂപ്പർ. മറ്റേത് അങ്ങനെയല്ല. എക്സ്റ്റേണൽ നോയ്സസ്, നമ്മുടെ ടോപ്പിക് എക്സ്റ്റേണൽ നോയ്സുകളാണ് ഈ പെസ്റ്റും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് അവരുടെ ഗ്രോത്ത് വളരെ കുറവായിരുന്നു. പക്ഷെ ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ വർക്ക് ചെയ്ത അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ ഗ്രോ ചെയ്ത എല്ലാ ഷ്രബ്സിനും നോയ്സ് ഇല്ല. അവര് സിഗ്നൽ മാത്രമേ ഉള്ളൂ. അവരുടെ മെയിൻ മോട്ടോ എന്താ? വളരാന്നുള്ളത് മാത്രമാണ്. ഗ്രോ ചെയ്യാ, സൂപ്പർ എക്സാമ്പിൾ, ഗ്രോ ചെയ്യാന്നുള്ളത് മാത്രമാണ് അവരുടെ മോട്ടോ അല്ലെങ്കിൽ ആംബിഷൻ. അപ്പൊ ആ നോയ്സ് ഒന്നും പുറത്തില്ല. സോ ദേ വർ ഏബിൾ ടു ഗ്രോ ഫാസ്റ്റർ, ക്വിക്കർ വെൻ കമ്പയറിംഗ് ടു ദി അതർ. അതെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻവയൺമെന്റ് ചേഞ്ച് ചെയ്യണം. അതായത് നമ്മുടെ സിഗ്നലിലേക്ക് വേണ്ട, നമ്മൾ ഓൾറെഡി ഐഡന്റിഫൈ ചെയ്തു എങ്ങനെയാണെന്നുള്ളത്, നമ്മൾ ഇൻട്രസ്റ്റുള്ള മേഖല ഐഡന്റിഫൈ ചെയ്തു. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ ഡിസിപ്ലിൻ ആവാൻ ആഗ്രഹിക്കുന്ന ആളാണ്, ലൈഫിൽ ഡിസിപ്ലിൻ കൊണ്ടുവരണം എന്നവനാണെങ്കിൽ അതിൻ്റെ റൂം സോർട്ട് ചെയ്യണം. അതായത് ബെഡ്ഷീറ്റുകൾ മടക്കി വയ്ക്കുക, ഷെൽഫ് ഒതുക്കി വയ്ക്കുക, ചിലർ അലമാരയൊക്കെ തുറന്ന് തലയിൽ കൂടെ വീഴുന്ന തുണികൾ അതൊക്കെ ഒന്ന് ഒതുക്കി നേരാക്കി വയ്ക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻവയൺമെൻറ്റ് ഫസ്റ്റ് നമ്മൾ ക്ലിയർ ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ എൻവയൺമെൻറ്റിലേക്ക് നമുക്കൊരു ഫീല് വരും. ഞാൻ എൻ്റെ ഒരു ഡിസിപ്ലിൻ ലൈഫിലേക്ക് സ്റ്റാർട്ട് ചെയ്തതിന് ഫീൽ വരും. നമ്മൾ ഒരു റൂമിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഡിസിപ്ലിൻ ഹിറ്റ്സ് ആവും. നേരെ മറിച്ച് ഒരു റൂം മൊത്തം മെസ്സി ആയിട്ട് കിടക്കുക. അപ്പൊ നമ്മൾ ആ റൂമിലേക്ക് കയറുമ്പോൾ നമ്മുടെ മൈൻഡും മെസ്സി ആയിരിക്കും. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി ഇതിൽ എവിടെ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഒറ്റ പോയിന്റ്, ഈ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂം മാത്രമല്ല, ഇറ്റ് ഇൻക്ലൂഡ്സ് ആൾക്കാർ ആൾസോ, ഇൻക്ലൂഡ്സ് പീപ്പിൾ ആൾസോ. അതിലേക്ക് ഞാൻ കണക്ട് ചെയ്ത് വരുന്നത്. അതിനെന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഡിസിപ്ലിൻ ആയിട്ട് വെച്ചു, എവിടെ നമുക്ക് മടുപ്പ് വരിക എന്നറിയാം? നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ സിബ്ലിങ്സ്, നമ്മൾ ഈ ഒതുക്കി വെച്ച സാധനങ്ങളൊക്കെ വന്നിട്ട് നശിപ്പിക്കും. ആ സമയത്ത് നമുക്ക് ആദ്യം ദേഷ്യം വരും. ആദ്യം നമുക്ക് ദേഷ്യം വരും. അപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും റീഓർഡർ ചെയ്യുക. അങ്ങനെ നമ്മളൊരു 10-20 പ്രാവശ്യം ഇത് റീഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു പവർ വരും. എന്തിനുള്ള പവർ? ഇനി ഇവരാരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെ കാമായിട്ട് അവരോട് പറയാനുള്ള ധൈര്യം വരും. അതായത് എടാ നീ അതെടുത്ത സാധനം അവിടെ തന്നെ വെക്കട്ടോ, അല്ലെങ്കിൽ എടാ നീ അത് ഒതുക്കി വെക്കണം കേട്ടോ. ബോട്ട് എയർഡോപ്സിൽ നോയ്സ് ക്യാൻസലേഷന്റെ കപ്പാസിറ്റി ഉള്ള പോലെ നമ്മുടെ മൈൻഡിന് നോയ്സ് ക്യാൻസലേഷന്റെ കപ്പാസിറ്റി. കാരണം നമുക്ക് അവരോട് ദേഷ്യം വരില്ല. നമുക്ക് ഓൾറെഡി നമ്മൾ ഈ 10-20 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ ക്ഷമ പഠിച്ചു, നമ്മൾ അവരോട് പറയാം. അപ്പോൾ ആ ഒറ്റ ഡയലോഗിൽ തന്നെ അവർക്ക് മനസ്സിലാവും ഇനി ഡിസ്ട്രാക്ട് ചെയ്യേണ്ടെന്നുള്ള. അപ്പോൾ നെക്സ്റ്റ് ടൈം അവർ വരുമ്പോൾ അത് ക്ലിയർ ചെയ്ത് തരും. ഇതേ സാധനം തന്നെയാണ് നമ്മുടെ ആൾക്കാർ, അതായത് നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരില്ലേ, ഈ ആൾക്കാരൊക്കെ ഡിസ്ട്രാക്ട് ചെയ്യും നമ്മുടെ കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ നമ്മുടെ ഇൻട്രസ്റ്റഡ് ആയ മേഖലയിൽ നിന്ന് നമ്മളെ വലിച്ചു താഴ്ത്തിക്കിടാൻ നോക്കും. അപ്പം നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ സിഗ്നലില് ഇടയിൽ വന്ന് നോയ്സ് ആയിട്ട് ആക്ട് ചെയ്യും. ഒന്നില്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മാറിപ്പോവാം. ഈ ആൾക്കാരൊന്നും ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് നിങ്ങളുടെ സിഗ്നൽ മാത്രം കണക്ട് ആവുന്ന കാര്യങ്ങൾ സറൗണ്ട് ചെയ്യുക. നമ്മുടെ സിഗ്നൽ ആയിട്ട് നമ്മൾ സറൗണ്ടഡ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മൾ എന്താണോ ചിന്തിച്ച് അതിലേക്ക് നമ്മൾ വളരും. അതല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ നോയ്സ് മൊത്തം കട്ട് ചെയ്യുക, ഈ ആൾക്കാരെ മൊത്തം ലൈഫിൽ നിന്ന് കട്ട്. എന്തിനാണ്? ഫസ്റ്റ് ഒരാൾ ഐഡന്റിഫൈ ചെയ്തു, എനിക്ക് എന്റെ ലൈഫിന്റെ അംബീഷൻ എന്ന് പറയുന്നത് എന്റെ സിഗ്നലിന്റെ പീക്കിൽ എത്തുക എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തു. പിന്നെ ഈ നോയ്സ് ആവുന്ന എല്ലാത്തിനും കട്ട് ചെയ്യണമെന്നാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. നോയ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു പേഴ്സൺ ആയിരിക്കാം, ചിലപ്പോൾ ഒരു ഹാബിറ്റ് ആയിരിക്കാം. പേഴ്സൺ മാത്രമല്ല, ഒരു ഹാബിറ്റ് ആവാം, അല്ലെങ്കിൽ ഒരു പ്ലേസ് ആയിരിക്കാം, ഒരു പെർട്ടിക്കുലർ ഏരിയ ആയിരിക്കാം. ചിലപ്പോൾ ചിലരുടെ വീടായിരിക്കും ചിലർക്ക് നോയ്സ്, പറയാൻ പറ്റില്ല. ചില ആൾക്കാർക്ക് ചിലപ്പോൾ അവരുടെ വർക്ക് പ്ലേസ് ആയിരിക്കും നോയ്സ് എന്നുള്ളത്. സോ യു ഹാവ് ടു കട്ട് ഇറ്റ് ഡൗൺ. ബിക്കോസ് അൾട്ടിമേറ്റ്ലി ഒരുപാട് ആൾക്കാർ പറഞ്ഞ് കേട്ടിരിക്കുന്നത് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ ഹാപ്പിനെസ് നമുക്ക് കിട്ടുക
ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുക നമ്മുടെ സിഗ്നൽ പീക്ക് ചെയ്യുമ്പോഴാണ്. അതെ 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 ചിലപ്പോൾ വേറെ ആളുകൾ ഇതിനെ നിർവ്വാണമാണോ എൻലൈറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടാവും. പക്ഷെ അൾട്ടിമേറ്റ്ലി അതിന്റെ സിഗ്നലാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഐ ഹാവ് ഐഡന്റിഫൈഡ് മൈ സിഗ്നൽ. എൻ്റെ ലൈഫിന്റെ മോട്ടോ എന്താണ്, പ്രിൻസിപ്പിൾ എന്താണ്, പേർപ്പസ് എന്താണ് ഐഡന്റിഫൈ ചെയ്തു. ആ ഐഡന്റിഫൈ ചെയ്ത ആക്ടിവിറ്റിയിലേക്ക് ഞാൻ അച്ചീവ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഏറ്റവും പാരമൗണ്ട് ആയിട്ടുള്ള ഹാപ്പിനെസ് കിട്ടുക. ആ ഹാപ്പിനെസ് കിട്ടുന്നത് തന്നെയല്ല ലൈഫിന്റെ പേർപ്പസ്. ആ ഹാപ്പിനെസ് കിട്ടാൻ എന്തൊക്കെ നിനക്ക് തടസ്സമാവുന്നുണ്ടോ, അക്കോർഡിംഗ് ടു മൈ പേഴ്സണൽ ഒപ്പീനിയൻ അതെല്ലാം കട്ട് ചെയ്യണം. അല്ലെങ്കിൽ ആ നോയ്സിനെ ഇഗ്നോർ ചെയ്ത് ജീവിക്കാനുള്ള ഒരു മെന്റാലിറ്റി നീ ബിൽഡ് ചെയ്യണം. ആ നോയ്സ് ക്യാൻസലേഷൻ കപ്പാസിറ്റി നിനക്ക് കിട്ടണം. അതെ. ഇനി വേറൊരു കേസുണ്ട്. ഇപ്പൊ നമ്മൾ ആൾക്കാരുടെ കേസ് പറഞ്ഞല്ലോ, നമുക്ക് ഇൻട്രസ്റ്റഡ് ആയ മേഖലകൾ വരുമ്പോൾ മാത്രം നമ്മൾ നന്നായി സംസാരിക്കുക അവരോട്. ബാക്കി എല്ലാ കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ സംസാരിക്കണ്ട, നമ്മളിങ്ങനെ കേട്ടിരിക്കും, ലിസണർ ആയിട്ട് മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക, നമ്മൾ ഒപ്പീനിയനെ പറയാൻ പാടില്ല. മിണ്ടാതിരിക്കാനും ചെയ്യണം, ഒപ്പം ആ നോയ്സ് തലക്കെടുക്കാനും പാടില്ല. പക്ഷെ അവർ പറയുമ്പോൾ ഈ കാര്യങ്ങളിൽ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കരുത്. അവർ പറയുമ്പോൾ വെറുതെ ഇങ്ങനെ കേട്ടിരിക്കാന്ന് മാത്രം. പക്ഷെ നിന്റെ ഇൻട്രസ്റ്റഡ് മേഖലകൾ സംസാരിക്കും മാത്രം നീ നോയ്സ് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ആൾക്കാർ മാറും. ഇവനോട് സംസാരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ മാത്രം സംസാരിച്ചാലേ അത് അവൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മളോട് കോൺവെർസേഷൻ നടത്തുള്ളൂ എന്ന് തോന്നും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള അപ്രിസിയേഷൻസ് കിട്ടും. ആ എക്സ്പെക്ട് ചെയ്യാത്ത അപ്രീസിയേഷൻ നമ്മൾക്ക് റിവാർഡായിട്ട് നല്ലപോലെ ഇമ്പാക്ട് ഉണ്ടാവും. എടാ നീ അക്കൗണ്ട്സിൽ പുലിയാണല്ലോ, നീ കാർ അടിപൊളിയായി ഓടിക്കുന്നുണ്ടല്ലോ, നിന്റെ കാൽക്കുലേഷൻസ് പക്കയാണല്ലോ, നീ വീഡിയോ നന്നായി എടുക്കുന്നുണ്ടല്ലോ, യുവർ ഫോട്ടോഗ്രാഫി ഈസ് ഓസം ഡൂഡ്. ഇതുപോലെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ കുറെ അപ്രീസിയേഷൻസ് നമുക്ക് വരും. അപ്പൊ നമുക്ക് തന്നെ സ്വയം ഫീൽ ചെയ്യുമ്പോൾ ഇത് കൊള്ളാലോ, ഞാൻ ഇതിൽ സ്കിൽഡ് ആണല്ലോ, നമുക്ക് തന്നെ മനസ്സിലാവും. നമ്മൾ എന്താ ചെയ്യാൻ തന്നെ നമ്മളത് ഇഗ്നോർ ചെയ്യും. ഓക്കെ, 90% ആൾക്കാർ ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ നല്ല കഴിവുള്ള ഒരാളാണ്, അയാൾക്ക് അപ്രീസിയേഷൻ കിട്ടി, നന്നായി ഫോട്ടോ എടുക്കേണ്ടത് എന്നുള്ളത് മൾട്ടിപ്പിൾ സോഴ്സിൽ നിന്ന്, ട്രസ്റ്റഡ് സോഴ്സിൽ നിന്ന് എനിക്ക് ഫീഡ്ബാക്ക് കിട്ടി, അയാളത് ഇഗ്നോർ ചെയ്യും. പക്ഷെ ആക്ച്വലി അവിടെ എന്താ വേണ്ടേ, ഹി ഹാസ് ടു ഐഡന്റിഫൈ, അതാണ് എന്റെ സിഗ്നൽ. അപ്പൊ ആ ഫോട്ടോഗ്രാഫി എടുത്തിട്ട് അയാൾക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്, അപ്രീസിയേഷൻ കിട്ടുന്നുണ്ട്, റിവാർഡ് ഡോപ്പമൈൻ കിട്ടുന്നുണ്ട്. സോ ഹി ഹാസ് ടു വർക്ക് ഫോർ ദാറ്റ്. അപ്പൊ അയാൾ സിഗ്നൽ ഐഡന്റിഫൈ ചെയ്തു. ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാളുടെ സിഗ്നൽ അയാൾ ഇങ്ങനെയും പോകാൻ പാടില്ല, ഇങ്ങനെയും ആവാം. സിഗ്നൽ മീനിന്ന് പോവാം, പക്ഷെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ സിഗ്നലിനെ മീൻ ആക്കിയിട്ടായിരിക്കണം. അല്ലാതെ ഫോട്ടോഗ്രാഫി സിഗ്നൽ ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ട് പഠിക്കാൻ പോയിട്ട് കാര്യമില്ല, ഫോട്ടോഗ്രാഫി സിഗ്നൽ ഉള്ള ആള് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയിട്ട് കാര്യമില്ല. ഫോട്ടോഗ്രാഫി സിഗ്നൽ ആയിട്ടുള്ള ആള് ഫോട്ടോഗ്രാഫിയെ പഠിക്കണ്ടേ, ഹി ഹാസ് ടു വർക്ക് ഫോർ ഇറ്റ്. പക്ഷെ നമ്മുടെ ഈ സൊസൈറ്റിയൽ നോംസ് കാരണം, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി ബിൽഡ് ചെയ്ത പ്രഷർ കാരണം ആൾക്കാർ ഈവൻ തോ സിഗ്നൽ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിലും ദേ ആർ നോട്ട് കേപ്പബിൾ. ആ സിഗ്നലിലേക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ അവർക്ക് കേപ്പബിൾ അല്ല. ഇതെപ്പോഴാണ് സംഭവിക്കുന്നത് അറിയാം, നമ്മൾ ലേറ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് പലധികം കമ്മിറ്റ്മെന്റ്സ് വന്നു, പിന്നെ നമുക്ക് അതിന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. എന്റെ പേഴ്സണൽ ഇപ്പൊ നമ്മുടെ സർക്കിളിൽ എനിക്ക് നല്ലപോലെ അറിയാവുന്ന ആൾക്കാർക്ക് അവരുടെ സിഗ്നൽ എന്താന്ന് അവർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. നീ പറഞ്ഞതുപോലെ പ്രോബ്ലം അവർ ഐഡന്റിഫൈ ചെയ്ത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഫസ്റ്റ് തിങ്. രണ്ടാമത്തെ കാര്യം അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, സൊസൈറ്റൽ ബാക്ക്ഗ്രൗണ്ട്. ബിക്കോസ് നമ്മൾക്കൊരു ഏജ് ആയി കഴിഞ്ഞാൽ വി ഹാവ് ടു ഏൺ എന്നുള്ള ഒരു സൊസൈറ്റി പ്രഷർ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുക. ഇതുകൊണ്ടാണ് ഏറ്റവും ചെറുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രയും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ. നീ ചെസ് കളിക്കുന്ന ചെസ്സിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയറിനെ നോക്കിക്കോ, സ്വിമ്മിങ്ങിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളെ നോക്കി. ഇവരൊന്നും 21-ാം വയസ്സിൽ സ്വിമ്മിംഗ് പഠിച്ച് പോയി ഫസ്റ്റ് ഒളിമ്പിക് ഗോൾഡ് മെഡൽ വാങ്ങിച്ച ആൾക്കാരല്ല, റെയർ ആയിട്ട് ഉണ്ടാവാം. മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും ദേ ഹാവ് സ്റ്റാർട്ടഡ് പ്രിപ്പയറിംഗ് ഫ്രം ദി ഏർലി ചൈൽഡ്ഹുഡ്. വളരെ ചെറുപ്പം തന്നെ. ഇപ്പൊ മൈക്കിൾ ഫെൽപ്സിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കേസായിരിക്കും മൈക്കിൾ ഫെൽപ്സ് എന്ന് പറയുന്ന ആരാന്നുള്ളത്. സ്വിമ്മിങ്ങിൽ എത്രയോ ഗോൾഡ് മെഡൽ വാങ്ങിച്ച ആളാണ്. അയാൾക്ക് ഓട്ടിസം ഉണ്ടായിരുന്നു. അയാളുടെ അമ്മ വളരെ ചെറുപ്പത്തിൽ തന്നെ അയാളെ സ്വിമ്മിങ്ങിന് വിട്ടു. നീ സ്വിമ്മിങ്ങിന് പോകുന്ന ഒരാളല്ലേ. അങ്ങനെ എത്രയോ കാലം കണ്ടിന്യൂസ് ആയിട്ട് സിഗ്നൽ ഫോളോ ചെയ്തിട്ടാണ് അയാൾ പീക്കിലെത്തിയത്. ഇപ്പൊ നമ്മുടെ ലൈഫിൽ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കൂടുതലായിരിക്കണം. സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കൂടുതൽ, അതായത് സിഗ്നൽ കൂടുതൽ നിൽക്കണം എപ്പോഴും. നമ്മൾ FM റേഡിയോ ഓൺ ആയി കഴിഞ്ഞാൽ പലതരം സൗണ്ട് വരും, അതാണ് നമ്മുടെ നോയ്സ്. അത് നമ്മൾ ക്യാൻസൽ എന്ത് ചെയ്യും, നമ്മളെ ട്യൂണർ, അതായത് നമ്മുടെ മൈൻഡാണ് ട്യൂണർ. അത് നമ്മൾ റേഡിയോ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം അപ്പോൾ നമ്മളെ ട്യൂണർ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. സ്റ്റേഷന്റെ നമ്പർ നമുക്കറിയാം, അതായത് സിഗ്നൽ നമുക്കറിയാം. ആ സിഗ്നലിലേക്ക് നമ്മൾ ട്യൂൺ ചെയ്യും. അങ്ങനെ ട്യൂൺ ചെയ്ത് ക്ലാരിറ്റി ആയിട്ട് വന്നോ നോക്കും. അപ്പോഴും ക്ലാരിറ്റി വന്നില്ലെങ്കിൽ നമ്മൾ ഈ റേഡിയോ എടുത്ത് പൊസിഷൻ മാറ്റി വയ്ക്കും. അതായത് നമ്മൾ മാറിപ്പോവും അവിടെ നിന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻവയൺമെന്റ് ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ
ഇതിനെ കണക്ട് ചെയ്ത് നിൽക്കുമ്പോൾ മാത്രമേ നമ്മൾ സറൗണ്ടഡ് ആവുകയുള്ളൂ സിഗ്നൽ വെച്ചിട്ട്. നമ്മൾ സിഗ്നൽ വെച്ച് സറൗണ്ടഡ് ആയാൽ മാത്രമേ നമ്മൾ ചിന്തിക്കുന്ന കാര്യത്തിലേക്ക് നമ്മൾ എത്തുള്ളൂ.